السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعد. റഹീഖുൽ ഖുർആനിന്റെ മൂന്നാമത്തെ സെഷനിലെ അവസാനത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. സൂറത്തുൽ ഖാശിയയിലെ 21 മുതൽ 26 വരെയുള്ള അവസാന ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കുന്നത്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫദക്കിർ إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. ഇനി നമുക്കതിലെ 21-ാമത്തെ വചനം നോക്കാം. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. അതിനാൽ പ്രവാചകരെ താങ്കൾ ഉപദേശിച്ചു കൊള്ളുക, തീർച്ചയായും താങ്കൾ ഒരു ഉപദേഷ്ടാവ് മാത്രമാകുന്നു. ഫദക്കിർ, അതിനാൽ പ്രവാചകരെ താങ്കൾ ഉപദേശിക്കുക, ഓർമ്മിപ്പിക്കുക. ഇന്നമാ അൻത, താങ്കൾ മാത്രമാണ്, തീർച്ചയായും താങ്കൾ മാത്രമാണ്. മുദക്കിറുൻ, ഉപദേശിക്കുന്നവൻ അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നവൻ മാത്രമാണ്. 22-ാമത്തെ ആയത്ത് ലസ്ത അലൈഹിം ബിമുസൈത്തിർ. താങ്കൾ അവരിൽ അധികാരം ചെലുത്തുന്നവനൊന്നുമല്ല. ലസ്ത, താങ്കളല്ല, അലൈഹിം അവരുടെ മേൽ, ബിമുസൈത്തിർ ഒരധികാരം നടത്തുന്നവനല്ല. വിശദീകരണത്തിലേക്ക് കടക്കാം. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുകയാണ്, ഇവിടെ ഫദക്കിർ ഇന്നമാ അൻത മുദക്കിറുൻ ലസ്ത അലൈഹിം ബിമുസൈത്തിർ എന്ന് പറഞ്ഞാൽ ഫദക്കിർ യാ മുഹമ്മദ് അന്നാസ ബിമാ ഉർസിൽത ബിഹി ഇലൈഹി. അഥവാ പ്രവാചകരെ താങ്കൾ നിയോഗിക്കപ്പെട്ട ആ സമുദായത്തിൽ താങ്കൾ ഉപദേശം നടത്തിക്കൊള്ളുക, ദഅവത്ത് നടത്തിക്കൊള്ളുക. ഫഇന്നമാ അലൈക്കൽ ബലാഗ്, അത് താങ്കളുടെ ഉത്തരവാദിത്തമാണ്, താങ്കൾ അത് എത്തിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. എന്നാൽ വ അലൈനാ അൽ ഹിസാബ്, വിചാരണ ചെയ്യാൻ നമ്മുടെ മേലാണ് ബാധ്യതയായിട്ടുള്ളത്. അവർ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് താങ്കൾ നോക്കേണ്ടതില്ല എന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇന്നമാ അൻത മുദക്കിർ എന്ന് പറഞ്ഞതിന് ശേഷം ലസ്ത അലൈഹിം ബിമുസൈത്തിർ എന്ന് പറഞ്ഞിട്ടുള്ളത്. താങ്കൾ അവരുടെ മേൽ അധികാരം ചെലുത്തേണ്ടവനല്ല എന്ന്. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറയുന്നു, ഇവിടെ ഫദക്കിർ എന്ന് പറഞ്ഞത് ദക്കിർ കുല്ല അഹദിൻ ഫി കുല്ലി ഹാലിൻ വഫി കുല്ലി മകാനിൻ. എല്ലാവർക്കും താങ്കൾ ആ ഉപദേശം എത്തിച്ചു കൊടുക്കണം. താങ്കൾ ദഅവത്ത് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. എല്ലാവരെയും താങ്കൾ ഉപദേശിക്കണം, പറഞ്ഞു കൊടുക്കണം. ദീനീ കാര്യങ്ങൾ എല്ലാവരിലേക്കും എല്ലാ അവസ്ഥയിലും എല്ലാ നാടുകളിലേക്കും എത്തേണ്ടതുണ്ട്. അതിനനുസരിച്ച് പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം ഫദക്കറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ആ ദഅവത്ത് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുത്തിട്ടുമുണ്ട്. ആ പ്രവാചകന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമികളായ ഖുലഫാകൾ അവരും ഇതേ രീതിയിൽ ദഅവത്തുമായി കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. വ്യത്യസ്ത നാടുകളിലേക്ക് അവർ പ്രബോധനം എത്തിച്ചിട്ടുണ്ട്. ഇസ്ലാം എന്താണ് എന്ന് അന്യനാടുകളിലുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ ദഅവത്ത് ഭംഗിയായി അവർ നിർവഹിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ ദഅവത്ത് അത് എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരിക്കലുമില്ല. എല്ലാവരിലേക്കും ഒരുപോലെ പ്രയോജനം ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല. മറിച്ച് അത് പ്രയോജനമുണ്ടാക്കുന്നത് വിശ്വാസികളിൽ മാത്രമാണ്. അഥവാ ഇസ്ലാമിക മൂല്യങ്ങളും ഇസ്ലാമിക തത്വങ്ങളുമെല്ലാം ഉൾക്കൊള്ളുവാനും അത് മനസ്സിലാക്കുവാനും കഴിയുന്ന യഥാർത്ഥ വിശ്വാസികൾക്ക് മാത്രമേ അതൊരു ഉത്ബോധനമായി കൊണ്ട് സ്വീകരിക്കാനും അതൊരു ശരിയായ ആശയമായി കൊണ്ട് ഉൾക്കൊള്ളുവാനും തങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ ഉതകുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാനും കഴിയുന്നത് വിശ്വാസികൾക്ക് മാത്രമായിരിക്കും. അമ്മാ ഗൈറുൽ മുഅ്മിനീൻ, വിശ്വാസികളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫഇന്ന ദിക്റ തുഖീമു അലൈഹി ഹുജ്ജ ലാകിൻ ലാ തൻഫഉഹു, ആ ഉത്ബോധനങ്ങൾ അവരുടെ മേൽ ഒരിക്കലും തന്നെ അത് ഉപകാരമുണ്ടാക്കിക്കൊള്ളണമെന്നില്ല, അവർ മാനസികാവസ്ഥ നന്നാക്കിയെടുത്താലല്ലാതെ. എന്നാൽ ഈ ദഅവത്ത് അവരിലേക്ക് എത്തിക്കണം, ഉത്ബോധനം അവരിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞത് അത് അവർക്കെതിരെ പരലോകത്തെ ഹുജ്ജത്തായിക്കൊണ്ട് നിലകൊള്ളുന്നതായിരിക്കും എന്ന രീതിയിലാണ്. സത്യം തങ്ങളിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ തങ്ങൾ തങ്ങളുടെ മനസ്സിന് ഇഷ്ടമായത് അവർ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. സത്യത്തിന്റെ പിന്നാലെ പോകാൻ അവർ തയ്യാറായിട്ടില്ല എന്ന ദുഃഖം പരലോകത്ത് അവർക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയോ പ്രവാചകന്റെയോ നിർദ്ദേശങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഹൃദയങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയാത്ത വിധമാണ് നമ്മുടെ ജീവിതമുള്ളത് എങ്കിൽ
തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, എന്താണ് എന്റെ ഹൃദയത്തിന് പറ്റിയത്. ഫത്തഹിംഹു ബിഐഷ്, എന്ത് പറ്റി എന്ന് നമ്മൾ ആരായേണ്ടതുണ്ട്. ബിഅദ്മിൽ ഈമാൻ, അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈമാൻ ഇല്ല എന്നത് തന്നെയാണ്. ലിഅന്നല്ലാഹ യഖൂൽ, കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. പ്രവാചകരെ, താങ്കൾ ഉത്ബോധനം നടത്തുക. ആ ഉത്ബോധനം പ്രയോജനപ്പെടുന്നത് വിശ്വാസികൾക്ക് മാത്രമായിരിക്കും എന്നാണ്. അപ്പൊ ഈമാൻ ഉള്ളവർക്ക് മാത്രമേ ഉത്ബോധനം പ്രയോജനപ്പെടുകയുള്ളൂ. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് കേവലം കേട്ടുപോകൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ്. ഇവിടെ 21-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നമാ അൻത മുദക്കിർ, പ്രവാചകരെ താങ്കൾ മുദക്കിർ മാത്രമാണ്, ഉത്ബോധകൻ മാത്രമാണ്, ഉപദേഷ്ടാവ് മാത്രമാണ്. യഅനി അന്ന മുഹമ്മദൻ അലൈഹി സ്വലാത്തു വസ്സലാം ലൈസ ഇല്ലാ മുദക്കിറൻ മുബല്ലിഗ, പ്രവാചകൻ അത് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവൻ മാത്രമാണ്. അതിനപ്പുറം ഇന്ന വ്യക്തി ഇസ്ലാം സ്വീകരിക്കുക തന്നെ വേണമെന്ന് വാശി പിടിക്കുവാനോ അയാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുവാനോ പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് കഴിയുകയില്ല എന്നാണ്. എന്നാൽ അതാർക്കാണ് കഴിയുക? അത് കഴിയുന്നത് ബിയദില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ലൈസ അലൈക ഹുദാഹും വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 272-ാമത്തെ ആയത്താണ്. പ്രവാചകരെ, താങ്കൾക്ക് അവരെ ഹിദായത്തിലാക്കുവാൻ കഴിയുകയില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവൻ ഇച്ഛിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തത്വം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിലുടനീളം ദഅവത്തുമായി കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന വാക്കുകൾ പോലും വിശുദ്ധ ഹദീസുകളിലൂടെ നമുക്ക് കാണാം. ഇബ്നു മാജ റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കൊണ്ട് കാണാം, തന്റെ മരണശയ്യയിൽ കിടക്കുന്ന വേളയിൽ അസ്സലാത്തു അസ്സലാത്തു വമാ മലക്കത് അയ്മാനുക്കും, അഥവാ നമസ്കാരത്തെയും നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലുള്ളവയെയും നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ബോധനം നടത്തിയതായി കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു വചനങ്ങൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഇതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ബന്ധപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പരിചയപ്പെടുത്തുന്നു. വമിൻ ഹുനാ നഅഖുദു അന്നനാ നഹ്നു ലാ യജിബു അലൈനാ അൻ നഹ്ദിയൽ ഖൽഖ്, അഥവാ സൃഷ്ടികളെ എല്ലാവരെയും ഹിദായത്തിലാക്കണം എന്നൊരിക്കലും തന്നെ നമുക്ക് വാജിബില്ല. അങ്ങനെ ഒരു നിർബന്ധ ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ഏൽപ്പിച്ചിട്ടില്ല, അതിനൊട്ട് നമുക്ക് കഴിയുകയും ഇല്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ പോലും ഹിദായത്തിലാക്കുവാൻ നമുക്ക് കഴിയുകയില്ല, അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ആളുകളെ അവർ ഹിദായത്തിലാകണമെന്നോ അല്ലെങ്കിൽ അവർ കറക്റ്റ് പള്ളിക്ക് വരണമെന്നോ, നമ്മൾ തൗഹീദ് ഉൾക്കൊണ്ടതുപോലെ അവരും തൗഹീദ് ഉൾക്കൊള്ളണമെന്നോ, നമ്മൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിക്കണമെന്നോ അങ്ങനൊന്നും വാശി പിടിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ആഗ്രഹിക്കാം, പക്ഷേ അതങ്ങനെ നടക്കുക തന്നെ വേണമെന്ന് വാശി പിടിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസിലെ 56-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. പ്രവാചകരെ, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ താങ്കൾക്ക് ഹിദായത്തിലാക്കാൻ കഴിയുകയില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ഹിദായത്തിലാക്കുന്നത്. അല്ലാഹുവിന്റെ തൗഫീഖ് കിട്ടിയെങ്കിലേ ആർക്കും സന്മാർഗം പിൻപറ്റുവാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് നമ്മുടെ പക്കൽ നിന്നും ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രബോധന മേഖലയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഇത്രയൊക്കെ ഹദീസും ആയത്തും ഒക്കെ വെച്ച് പറഞ്ഞു കൊടുത്തിട്ടും എന്തുകൊണ്ടവർ സ്വീകരിച്ചില്ല എന്നിങ്ങനെ ആശങ്കപ്പെടേണ്ട ആവശ്യം നമുക്കില്ല എന്നാണ്. അതേപോലെ തന്നെ എത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും സത്യം എത്രയൊക്കെ വ്യക്തമാക്കി കൊടുത്തിട്ടും അവർ എന്നെ ആക്ഷേപിക്കുകയാണല്ലോ, എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലോ എന്നും നമ്മൾ പ്രയാസം പറയേണ്ട ആവശ്യമില്ല എന്നാണ്. എന്റെ വേണ്ടപ്പെട്ട ആളുകൾ അവർ ഇസ്ലാം സ്വീകരിച്ചില്ലല്ലോ, അവർ തൗഹീദ് ഇല്ലാതെയാണല്ലോ മരിച്ചു പോയത്, ഞാൻ അവരോട് ഒരുപാട് ദഅവത്ത് നടത്തി കൊടുത്തിരുന്നല്ലോ, എന്നിട്ടും അവർ സ്വീകരിച്ചില്ലല്ലോ എന്നിങ്ങനെ ആശങ്കപ്പെടുകയും എന്നിട്ട് സ്വന്തത്തെ നശിപ്പിക്കുന്ന രീതിയിൽ പ്രയാസപ്പെടുകയും ചെയ്യേണ്ട ആവശ്യമില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ശുഅറയിലെ 3-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് പ്രവാചകനോടായിക്കൊണ്ട്, പ്രവാചകരെ, ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളായില്ല എന്ന് വിചാരിച്ച് താങ്കൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ലാ തുഹ്ലിക് നഫ്സക, താങ്കളെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇദാലം യുഅ്മിനു, അവർ വിശ്വാസികളായില്ല എന്ന് വിചാരിച്ച്. ഈമാനുഹും ലഹും, അവരുടെ വിശ്വാസം അവരുടെ അരികിലാണുള്ളത്, അത് അവർക്കാണുള്ളത്, അവർക്കാണ് അതിന്റെ പ്രയോജനമുള്ളത്. വകുഫ്റുഹും ലൈസ അലൈക, അവർ കുഫ്ർ ചെയ്തു, അവർ ശിർക്ക് ചെയ്തു എന്ന കാരണത്താൽ താങ്കളെ ശിക്ഷിക്കുകയില്ല, താങ്കളുടെ മേൽ അത്
ബാധ്യതയും ഇല്ല എന്നാണ്. അതാണ് അള്ളാഹു പറഞ്ഞത് ലസ്ത അലൈഹിം ബിമുസൈത്തിർ, അവരുടെ മേൽ താങ്കൾ അധികാരം ചെലുത്തേണ്ടതില്ല. അപ്പോൾ പിന്നെ ആർക്കാണ് അവരുടെ മേൽ അധികാരമുള്ളത്? അവരുടെ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് അവരുടെ മേൽ അധികാരമുള്ളത്. അവർ വിശ്വാസം ഉൾക്കൊണ്ടില്ല, നല്ല രീതിയിൽ ജീവിച്ചില്ല എന്ന കാരണത്താൽ അവരുടെ മേൽ ശിക്ഷ ഇറക്കുവാനുള്ള അധികാരവും അവകാശവും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ്. 23-ാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇല്ലാ മൻ തവല്ല വ കഫർ, പക്ഷേ തിരിഞ്ഞു പോവുകയും അവിശ്വസിക്കുകയും ചെയ്തവൻ ഒഴികെ. ഇല്ല ഒഴികെ, മൻ തവല്ല തിരിഞ്ഞു പോയവൻ, വ കഫറ അവിശ്വസിക്കുകയും ചെയ്തവൻ, ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ, എന്നാൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ശിക്ഷ തന്നെ ശിക്ഷിക്കുന്നതായിരിക്കും. ഫയുഅദ്ദിബുഹുല്ലാഹു, അവനെ അല്ലാഹു ശിക്ഷിക്കുന്നതാണ്, അൽ അദാബൽ അക്ബർ, ഏറ്റവും വലിയ ശിക്ഷ. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നു, ഇവിടെ പിന്തിരിഞ്ഞു പോയവൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് തവല്ല അനിൽ അമൽ ബി അർക്കാനിഹി, അഥവാ അവൻ നിർവഹിക്കേണ്ടതായ വാജിബാത്തുകൾ ഭംഗിയായി നിർവഹിക്കാതെ അതെല്ലാം ഇട്ടെറിഞ്ഞു പോയവനാണ്. വകഫറ ബിൽ ഹഖ് ബിജിനാനിഹി വലിസാനിഹി, അവന്റെ നാവ് കൊണ്ടും അവന്റെ ശരീരാവയവങ്ങൾ കൊണ്ടുമെല്ലാം അവൻ കുഫ്ർ കാണിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളവനെയാണ് തിരിഞ്ഞു കളഞ്ഞവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ഖിയാമയിലെ 31-2 വചനങ്ങൾ നമുക്ക് കാണാം. ഫലാ സദ്ദഖ വലാ സല്ല വലാകിൻ കദ്ദബ വതവല്ല, അവൻ വിശ്വസിക്കുകയോ സത്യപ്പെടുത്തുകയോ ചെയ്തില്ല, അവൻ നമസ്കരിക്കുകയും ചെയ്തില്ല. വലാകിൻ കദ്ദബ വതവല്ല, അവൻ കളവാക്കുകയും പിന്തിരിഞ്ഞു പോവുകയുമാണ് ചെയ്തത്. അപ്പൊ പിന്തിരിഞ്ഞു പോയവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമസ്കരിക്കുകയോ സത്യപ്പെടുത്തുകയോ ഈമാനില്ലാത്തവനോ ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് എന്നാണ്. അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വലിയ രീതിയിൽ തന്നെ ശിക്ഷിക്കുന്നതായിരിക്കും എന്നാണ്. റസൂൽ കരീം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, അലാ കുല്ലുക്കും യദ്ഖുലുൽ ജന്ന, അഥവാ സൃഷ്ടാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവന് വേണ്ടി ആരാധനകൾ അർപ്പിക്കുന്ന എല്ലാവർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഇല്ലാ മൻ ശറദ അലല്ലാഹ് ശറാദൽ ബഈരി അലാ അഹ്ലിഹി, അഥവാ ഒരു മൃഗം, ഒരു വളർത്തു മൃഗം തന്റെ യജമാനനോട് മോട്ട് കാണിക്കുന്നത് പോലെ തന്റെ രക്ഷിതാവിനോട് മോട്ട് കാണിച്ചുകൊണ്ട്, ധിക്കാരം കാണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോയവർ ഒഴികെ അവർക്കൊരിക്കലും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് ഇമാം അഹ്മദ് റഹ്മഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസാണ്. ഇനി ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലയുടെ വിശദീകരണത്തിൽ നിന്നും നമുക്ക് വായിക്കാം. അദ്ദേഹം പറയുകയാണ്, ഇവിടെ ഈ വചനത്തിൽ ഇല്ലാ മൻ തവല്ല വ കഫർ എന്ന് പറഞ്ഞു. ആ തവല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നാൽ ഫലാ യത്തജിഹു ലിൽ ഹഖ്, സത്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത വ്യക്തിയാണ്. വലാ യഖ്ബലുൽ ഹഖ്, അത് സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല. വലാ യസ്മഉൽ ഹഖ്, അത് കേൾക്കുകയും ചെയ്തിട്ടില്ല. ഹത്താ ലൗ സമിഅഹു ബിഉദ്നിഹി ലം യസ്മഉഹു ബിഖൽബിഹി, ഇനി അത് ചെവി കൊണ്ട് കേട്ടാൽ തന്നെ അത് അവൻ ഹൃദയം കൊണ്ട് കേൾക്കാൻ തയ്യാറാവുകയും ഇല്ല. അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ തിരിഞ്ഞു നടന്നവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ ജീവിതത്തിൽ എന്റെ ജീവിതം എന്തിനു വേണ്ടിയാണ് എന്നൊരു ചിന്തയില്ലാത്ത വിധം അങ്ങനെ ജീവിച്ചു കൂട്ടുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള വിഭാഗങ്ങളിൽ പെടുന്നത് എന്നാണ്. സൂറത്തുൽ അൻഫാലിലെ 20-21 വചനങ്ങൾ നമുക്ക് കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെയും വറസൂലഹു, അവന്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണം. വലാ തവല്ലൗ അൻഹു, അവരിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്. വഅൻതും തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നവരായിരിക്കും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയോ പ്രവാചകന്റെയോ വാക്കുകളോ സംസാരങ്ങളോ നിങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പാടില്ല. അത് നിങ്ങൾ കേട്ടിരിക്കണം. വലാ തകൂനു കല്ലദീന ഖാലു സമിഅന വഹും ലാ യസ്മഊൻ, അത് കേട്ടിട്ട് കേൾക്കാത്ത പോലെ അഭിനയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ആകരുത്. അങ്ങനെയുള്ള വിഭാഗങ്ങളായി നിങ്ങൾ മാറരുത് എന്നാണ്. അപ്പൊ വിശുദ്ധ ഖുർആനോ തിരു ഹദീസുകളോ മതവിധികളോ പറയുന്ന സദസ്സുകളുണ്ടെങ്കിൽ അതിൽ പോയിരുന്ന് അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ലക്ഷണമാണ്, അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന്. ആ സദസ്സിൽ ചെന്നിരുന്ന് വേറെ രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുകയോ വേറെ സംസാരങ്ങൾ നിർവഹിക്കുകയോ ചെയ്യുക എന്നുള്ളതും വിശ്വാസികളുടെ പക്കൽ പാടില്ലാത്ത വിശേഷണങ്ങളാണ്. ശേഷം അള്ളാഹു പറഞ്ഞത് ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ യഅനി യൗമൽ ഖിയാമ, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ വലിയ ശിക്ഷ ശിക്ഷിക്കുന്നു പറഞ്ഞു. അതെങ്ങനെയാണ് വലിയ ശിക്ഷ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് യൗമുൽ ഖിയാമയാണ്. ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരെ വലിയ ശിക്ഷ ശിക്ഷിക്കുന്നതാണ്. സൂറത്തുൽ സജദയിലെ 21-ാമത്തെ വചനത്തിൽ കാണാം, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ
ദൂനൽ അദാബിൽ അക്ബർ. അഥവാ വലിയ ശിക്ഷകൾക്ക് പുറമെ അത് കൂടാതെ വേറെയും ചെറിയ ശിക്ഷകൾ നാം അവരെ അനുഭവിപ്പിക്കുന്നതാണ് എന്ന്. വലിയ ശിക്ഷ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിലാണ്. അതേ അർത്ഥത്തിൽ തന്നെയാണ് സൂറത്തുൽ ഗാശിയയിലെ ഈ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അക്ബർ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും നമുക്ക് സംശയമുണ്ടാകും. സൂറത്ത് സജദയിൽ 21-ാമത്തെ വചനത്തിൽ പറഞ്ഞ ഈ ആയത്തുണ്ടല്ലോ, ആ ആയത്തിലുള്ളതുപോലെ ഹൽ ഹുനാക അദാബുൻ അസ്ഗർ, വലിയ ശിക്ഷയ്ക്ക് പുറമെ വേറെ ചെറിയ ശിക്ഷയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നഅം, ഉണ്ട്, ചെറിയ ശിക്ഷയും ഉണ്ട്. ഫീഹി അദാബു അസ്ഗർ ഫി ദുനിയ, അത് ഭൗതിക ജീവിതത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഭവിപ്പിക്കുന്ന തരത്തിലുള്ള ശിക്ഷയാണ്. ഇത്തരത്തിൽ തന്റെ രക്ഷിതാവിനോട് വലിയ രീതിയിൽ ധിക്കാരം കാണിക്കുകയും കുഫ്ർ കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതിക ലോകത്ത് തന്നെ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും സാമ്പത്തിക നഷ്ടം കൊണ്ടും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ രീതിയിലുള്ള ശിക്ഷകൾ ഭൗതിക ലോകത്ത് അത്തരത്തിലുള്ള ആളുകളുടെ മേൽ അവതരിപ്പിക്കുമെന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ശിക്ഷകളിലേക്ക് ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഇത് എത്രയോ നിസ്സാരമായ ചെറിയ ശിക്ഷയാണ്. അതുകൊണ്ടാണ് അദാബുൽ അസ്ഗർ എന്ന് അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 25-6 വചനങ്ങളിലേക്ക് കടക്കാം. ഇന്ന ഇലൈനാ ഇയാബഹും, തീർച്ചയായും നമ്മുടെ അടുക്കലേക്കാണ് അവരുടെ മടങ്ങിവരവ്. ഇന്ന ഇലൈന, തീർച്ചയായും നമ്മിലേക്കാണ്. ഇയാബഹും, അവരുടെ മടങ്ങിവരവ്. ഇയാബ് എന്ന് പറഞ്ഞാൽ മടങ്ങിവരവ്. സുമ്മ ഇന്ന അലൈന ഹിസാബഹും, പിന്നെ നമ്മുടെ മേലാണ് അവരുടെ വിചാരണയുള്ളത്, അത് നടത്തുക നാം ആയിരിക്കും. ഇന്ന അലൈന, തീർച്ചയായും നമ്മുടെ മേലാണ്. ഹിസാബഹും, അവരുടെ വിചാരണയുള്ളത്. ഇവിടെ ഇന്ന ഇലൈന ഇയാബഹും എന്ന് പറഞ്ഞാൽ മർജിഉഹും വ മുൻഖലബഹും, അവർ മടങ്ങി വരുന്നത് അഥവാ മരണശേഷം അവർ തിരിച്ചു വരുന്നത് അത് നമ്മുടെ അരികിലേക്ക് തന്നെയാണ്, അഥവാ അള്ളാഹുവിന്റെ അരികിലേക്ക് തന്നെയാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിലേക്കുള്ള മടങ്ങി വരവ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല കുഫ്ർ കാണിച്ച ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള കാരുണ്യവും അവർക്ക് നൽകുകയില്ല എന്നാണ്. വളരെ ശക്തമായ രീതിയിൽ തന്നെ വിചാരണ നടത്തുകയും ചെയ്യും. ഇന്ന അലൈന ഹിസാബഹും നഹ്നു നുഹാസിബുഹും അലാ അഅമാലിഹിം വനുജാസിഹിം, അവർ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കുള്ള പ്രതിഫലവും നാം നൽകുന്നതായിരിക്കും. അത് നന്മയാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഫഖൈറൻ, അവർക്ക് നന്മ നൽകും. അതല്ല തിന്മയാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഫശർറൻ, അവർക്ക് തിന്മയും നൽകുന്നതായിരിക്കും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നു, മഹ്മാ ഫറൽ ഇൻസാനു ഫഇന്നഹു റാജിഉൻ ഇലാ റബ്ബിഹി അസ്സ വജൽ, എത്ര കണ്ട് മനുഷ്യൻ ഓടി ഒളിച്ചാലും ശരി, അവസാനം തന്റെ റബ്ബിലേക്ക് അവൻ തിരിച്ചു വരിക തന്നെ ചെയ്യും. ലൗ ത്വാലത് ബിഹിൽ ഹയാത്ത്, അത് എത്ര ദൈർഘ്യമേറിയ ജീവിതം അവന് ലഭിച്ചാലും ശരി, റാജിഉൻ ഇലല്ലാഹ്, അവസാനം തന്റെ റബ്ബിലേക്ക് അവൻ വരിക തന്നെ ചെയ്യും. സൂറത്തുൽ ഇൻശിഖാഖിൽ നമ്മൾ പഠിച്ചു, യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ, നീ നിന്റെ റബ്ബിലേക്ക് ഏറെ കഠിനാധ്വാനവുമായി കൊണ്ട് കടന്നു ചെന്നു. ഫമുലാഖീഹി, അവനെ നീ കണ്ടുമുട്ടുന്നതായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്തഇദ്ദ യാ അഖീ ലിഹാദിഹിൽ മുലാഖാത്ത്, ആ ഒരു കണ്ടുമുട്ടലിന് വേണ്ടി നമ്മൾ ഇവിടെ ഭൗതിക ലോകത്ത് നന്നായി പരിശ്രമിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ കഠിനാധ്വാനങ്ങൾ നടത്തിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആലക്ക് ആരാധനകളിൽ വീഴ്ച വരുത്താത്ത വിധം ജീവിതം മുന്നോട്ട് ക്രമീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ വന്നുപോകുന്ന വീഴ്ചകളും ചെറിയ ചെറിയ സ്ഖലനങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് പുറത്തു കൊടുക്കുന്നതായിരിക്കും. ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു, നിങ്ങളിലെ ഓരോരുത്തരോടും നിങ്ങളുടെ റബ്ബ് സംസാരിക്കുന്നതായിരിക്കും. ലൈസ ബൈനഹു വ ബൈനഹു തർജുമാൻ, അവന്റെ ഇടയിൽ ഒരാളും തർജുമാനായിക്കൊണ്ടില്ലാതെ അഥവാ പരിഭാഷകനായിക്കൊണ്ടില്ലാതെ ഓരോരുത്തരും തന്റെ റബ്ബിനോട് സംസാരിക്കുന്നതായിരിക്കും. കുല്ലുനാ സയഖ്ലു ബിഹി റബ്ബുഹു, അഥവാ നമ്മുടെ ഓരോരുത്തരോടുമായിക്കൊണ്ട് അല്ലാഹു സംസാരിക്കും, ഓരോരുത്തരുമായിക്കൊണ്ട് ഒഴിഞ്ഞിരിക്കുകയും ചെയ്യും. വിശ്വാസികളാണ് എങ്കിൽ ഭൗതിക ജീവിതത്തിൽ വിശ്വാസം അടിയുറപ്പിച്ചുകൊണ്ട് നിർബന്ധ ബാധ്യതകളിൽ വീഴ്ച വരുത്താതെ ജീവിതം ഭംഗിയായി നിർവഹിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചെറിയ ചെറിയ സ്ഖലനങ്ങളും ചെറിയ ചെറിയ വീഴ്ചകളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് പുറത്തു കൊടുക്കുന്നതായിരിക്കും. അവരുമായി അല്ലാഹു ഒഴിഞ്ഞിരിക്കും. എന്നിട്ട് അവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ കാര്യങ്ങളും, തിന്മകളാകട്ടെ നന്മകളാകട്ടെ, എല്ലാം അവനോട് വിവരിക്കുന്നതായിരിക്കും. തിന്മകളെ സംബന്ധിച്ച് അല്ലാഹു അവനോട് ചോദിക്കും. അങ്ങനെ അവൻ അത് അംഗീകരിക്കുകയും ചെയ്യും. അവൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു തആല അവനോട് പറയും, ഖദ് സതർതുഹാ അലൈക ഫിദ് ദുനിയ,
അത് ഭൗതിക ലോകത്ത് നിനക്ക് ഞാൻ മറച്ചു വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. വഅന അഗ്ഫിറുഹാ ലക്കൽ യൗം, ഇന്നിതാ ഞാൻ നിനക്കത് പുറത്തു തന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള വിഭാഗങ്ങളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ കഴിവിന്റെ പരമാവധി ഭൗതിക ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. പ്രത്യേകിച്ച് വൻ പാപങ്ങളില്ലാത്ത ജീവിതം നയിക്കാൻ നമ്മൾ കഠിനാധ്വാനം നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിൽ കഠിനാധ്വാനം നടത്തുകയും നെറ്റിത്തടത്തിൽ വിയർപ്പോടുകൂടി സന്തോഷത്തോടുകൂടി വിട പറയുകയും ചെയ്യുന്ന യഥാർത്ഥ മുവഹിദീങ്ങളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നസ്അലുല്ലാഹ തആല അൻ യജഅലനാ വഇയ്യാകും മിമ്മൻ തകൂനു വുജൂഹുഹും നാഇമതൻ ലിസഇഹാ റാദിയ. സന്തോഷത്തോടുകൂടി ഭൗതിക ലോകത്ത് നിന്ന് വിട പറയുകയും പരലോകത്തെ സംതൃപ്തമായി കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും മുഖം പ്രശോഭിതമാവുകയും ചെയ്യുന്ന ആളുകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. വഅൻ യതവല്ലാനാ ബിഇനായതിഹി ഫിദ്ദുനിയ വൽ ആഖിറ, പരലോകത്തും ഇഹലോകത്തും തന്റെ പരിഗണന ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. اللهم ربنا تقبل منا إنك أنت السميع العليم. وصلى الله وسلم على نبينا محمد. السلام عليكم ورحمة الله وبركاته.